Hello everyone, welcome to GPod CUT. It's me and Nafi. എല്ലാവർക്കും മക്കളെ GPodന്റെ CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നമ്മുടെ CUT ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക? CUT എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് CUT എഴുതാനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള CUT അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ. ശ്രദ്ധിക്കുക, CUTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് +2 SSLCയും +2 പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് എന്ത് എഴുതാൻ പറ്റുക? CUT എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ ശ്രദ്ധിക്കുന്ന CUT എക്സാമിൻ്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? SSLC ++2 ആണ് എന്ത് CUT എക്സാമിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഒരു ഏജ് ലിമിറ്റ്? ഈ ഒരു എക്സാമിന് CUT എക്സാമിന് ഒരു സ്പെസിഫൈഡ് ആയിട്ട് എന്തില്ല? ഏജ് ലിമിറ്റ് ഇല്ല. ഇനി NT ആണ് എന്ത് നടത്തുന്നത്? CUT നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NT ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? CUT നടത്തുന്നത്. അപ്പോൾ CUT ഒരു പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് 50% അഗ്രിഗേറ്റ് മാർക്കിൻ +2 നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CUTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണേ, 50% മാർക്ക് നിങ്ങൾക്ക് ആകെ ഉള്ളതിൽ 50% മുകളിൽ മാർക്ക് 50% അറിയാമോ? 50% അതിന് മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്താം? CUT എഴുതാം. അത് മാത്രമല്ല, ഇനി നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മതി? 45% മതി. റിസർവ്ഡ് കാറ്റഗറി ആണ് നിങ്ങൾക്ക് എന്ത് മതി? 45% മതി. ശ്രദ്ധിക്കണേ, റിസർവ്ഡ് കാറ്റഗറി ആണ് നിങ്ങൾക്ക് എന്ത് മതി? 45% മതി. അപ്പം നോർമലി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വേണം? +2ൽ 50% വേണം. നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് +2ൽ എത്ര പെർസെൻറ്റേജ് മതി? 45% മതി. ഇനി CUT എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, CUT മെജോറിറ്റി സബ്ജക്റ്റിൻ്റെയും സിലബസ് ഏതാടാ? +2 മാത്രമാണ് എന്ത് CUTയുടെ സിലബസ്. NCERT CBSE ഇറക്കിയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? CUTയുടെ സിലബസ് ഉണ്ടാവുക. ആൻഡ് GAT എന്ന് വിളിക്കുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. GAT എന്ന് വിളിക്കുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താടാ? ഒരു CUT ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ GAT അഥവാ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ ഒരു സംഭവം എന്താണ് CUT ക്രാക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CUT എന്ന് വിളിക്കുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, CUTയിലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇത് GAT. അപ്പോൾ GATക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള അതായത് CUTക്ക് വരുന്ന ഒരു കോമ്പിനേഷനാണ്. 10 അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ വീഡിയോയിൽ പറയും. പിന്നെ CUTയുടെ സിലബസ് പ്യൂർലി +2 ആൻഡ് NCERT ആണ്. അപ്പോൾ NCERTയുടെ ലൈൻ ബൈ ലൈൻ റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ NCERTയിലുള്ള ഓരോ കാര്യങ്ങളും ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് CUT റെഫർ ചെയ്യുന്ന ഒരാൾ പരമാവധി എന്ത് റെഫർ ചെയ്യണം? PYQs റെഫർ ചെയ്യണം. CUT റെഫർ ചെയ്യുന്ന ഒരാൾ പരമാവധി എന്ത് റെഫർ ചെയ്യണം? PYQs റെഫർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. PYQs നല്ല രീതിയിൽ റെഫർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് CUT ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ CUT ശ്രദ്ധിക്കണം, SSLC and +2 കഴിഞ്ഞ ഒരാളുകൾക്കാണ് CUT എക്സാം എഴുതാൻ പറ്റുക. ഏജ് ലിമിറ്റ് ഇല്ല. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? NT ഒരു മിനിമം മാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 50% ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 45% ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. ഇതാണ് എന്ത് CUTയുടെ ഒരു കാറ്റഗറി സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. സെറ്റാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള CUT അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. നിങ്ങൾ CUT ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ 3 കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. ഒന്ന്, +2 ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കണം. PYQ റെഫർ ചെയ്യുക. GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.